Group A S2 മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രോബ്ലം, ഓർത്തോഗണൽ സബ്സ്പേസസ്, സോൾവിംഗ് ദ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം. ഇതോടുകൂടി മൊഡ്യൂൾ 3 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രോബ്ലം. നമ്മളൊരു ലീനിയർ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. AX ഈക്വൽ ടു ബി. അതിൽ എ എന്ന് പറയുന്നത് ഒരു എംപൈൻ മെട്രിക്സ് ആണ്, ബി ഒരു കോളം വെക്ടറാണ്. ഇനി നമ്മുടെ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതായത് ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റത്തിന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വി ഫൈൻഡ് ദ ബെസ്റ്റ് സ്യൂറ്റബിൾ സൊല്യൂഷൻ, അതായത് നോം ഓഫ് AX മൈനസ് ബി എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരും. അതിനെയാണ് ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ given an m by n matrix A and a vector B in R raised to m, the least squares problem is to find x in R raised to n such that norm AX minus B the square is minimized. ഈ നോം AX minus B the whole square is minimize ചെയ്തിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓർത്തോഗണൽ സബ്സ്പേസ് എന്താണെന്ന് നോക്കാം. ഓർത്തോഗണൽ സബ്സ്പേസസിൽ നമുക്ക് രണ്ട് സബ്സ്പേസ് R⁻n രണ്ട് സബ്സ്പേസ് ആണ് S1 ഉം S2 ഉം. അത് രണ്ടും ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? V1 ഡോട്ട് V2 ഈക്വൽ ടു 0 ആവണം. എന്താണ് V1 ഉം V2 ഉം? V1 ഉം V2 ഉം S1 ലും S2 ലും ഉള്ള എലമെൻറ്റ്സ് ആണ് കറസ്പോണ്ടിങ് റെസ്പെക്റ്റീവ്ലി. For the subspace S1 and S2 of R⁻n are orthogonal when V1 dot V2 equal to 0 for all V1 in S1 and all V2 in S2. S1ലുള്ള എല്ലാ വെക്ടേഴ്സും S2ലുള്ള എല്ലാ വെക്ടേഴ്സിൻ്റെയും ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ സബ്സ്പേസസ് ഓർത്തോഗണൽ ആണ് എന്ന്. അതിൻ്റെ എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ഡിറ്റർമൈൻ വെദർ ദ സബ്സ്പേസസ് ആർ ഓർത്തോഗണൽ. S1 ഈക്വൽ ടു സ്പാൻ ഓഫ് വെക്ടർ കോളം വെക്ടർ ആണ് 3 2 -2 0 1 0. S2 ഈക്വൽ ടു സ്പാൻ ഓഫ് 2 -3 0. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കോളം വെക്ടർ ആണല്ലോ, ഇതും കോളം വെക്ടറാണ്. S1 ഉം കോളം വെക്ടറാണ്, S2 ഉം കോളം വെക്ടറാണ്. അപ്പോൾ ഒന്നിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഇപ്പോൾ നമ്മൾ 3 2 -2നെ 2 -3 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. പക്ഷേ 0 1 0നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ? നോക്കൂ, 0 1 0 2 -3 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 × 2 -1 × 3 + 0 × 0 ദാറ്റ് ഈസ് -3 നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഈ വെക്ടേഴ്സ് ഈ S1 S2 orthogonal അല്ല, it is not orthogonal. Another example, S1 equal to span of 1 1 1 1, S2 equal to span of -1 1 -1 1 0 2 -2 0. അപ്പോൾ ഇത് ഓർത്തോഗണൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതായത് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് ഇതിൽ ആദ്യത്തെ വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് സെക്കൻഡ് വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഇതിൽ പറയുന്നുണ്ട് ഓൾ V1 ഇൻ S1 ആൻഡ് ഓൾ V2 ഇൻ S2. ഇതിൽ ഈ S1ൽ വരുന്ന ഓരോ വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മാത്രമേ നമുക്കത് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ ഓർത്തോഗണൽ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ രണ്ടിലും നമുക്ക് 0 ആണ് വരുന്നത്. അപ്പോൾ അത് എന്താ പറയുന്നത്? ഈ രണ്ട് തന്നിരിക്കുന്ന സബ്സ്പേസ് S1 ഉം S2 ഉം ഓർത്തോഗണലാണ്. ഓക്കെ, orthogonal complement. If S is a subspace of R⁻n, then the orthogonal complement of S is the set S complement equal to set such that U belongs to R⁻n, V dot U equal to 0 for all vectors V belongs to S. അപ്പോൾ എസിൻ്റെ ഓർത്തോഗണൽ സബ്സെറ്റ് ആണ്, ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആണ് എസ് കോംപ്ലിമെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? V dot U equal to 0 വരണം. V എന്ന് പറയുന്നത് എസിലെ എലമെൻറ്റും U എന്ന് പറയുന്നത് R⁻n എലമെൻറ്റുമാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് ദ സബ്സ്പേസ് S of R⁻n spanned by two column vectors V1 and V2 of the matrix A. ഓക്കെ, ഒരു മെട്രിക്സ് A തന്നിട്ടുണ്ട്, അതിൽ രണ്ട് കോളം വെക്ടർ ആണുള്ളത് V1 V2. ഇതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സബ്സെറ്റ് എസിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് പറയണം? സബ്സ്പേസ് എസ്, ഇത് നമുക്ക് അറിയാൻ തന്നിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് R⁻4ൻ്റെ സബ്സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം V1 ഉം V2 ആയിരിക്കും ഈ സബ്സ്പേസ് എസിനെ സ്പാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ V1 ഈക്വൽ ടു 1 2 1 0 എന്ന് എഴുതാം. V2 എന്ന് പറഞ്ഞാൽ 0 0 0 1 എഴുതാം. ഇനി ഓർത്തോഗണൽ എസ് കോംപ്ലിമെൻറ്റിൽ, അതായത് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക? അതായത് V1നും V2നും ഓർത്തോഗണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
അതായത് എക്സ് എന്ന് പറയുന്ന എലമെന്റ് എന്തായിരിക്കും x1 x2 x3 x4 എന്നുള്ളത് എക്സ് കോംപ്ലിമെന്റിലുള്ള എലമെന്റ് ആണ്. അതെങ്ങനെയാണ് ഓർത്തോഗണൽ ആവുക? എക്സ് ഡോട്ട് വി വൺ ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഡോട്ട് വി ടു ഈക്വൽ ടു 0. എക്സ് ഡോട്ട് വി വൺ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 1 0 ആണ് കോളം വെക്ടർ. അതായിട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x1 x2 x3 x4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x1 പ്ലസ് 2 x2 പ്ലസ് x3 പ്ലസ് 0 x4 ഈക്വൽ ടു 0. എക്സ് ഡോട്ട് വി ടു എന്ന് പറഞ്ഞാൽ വി ടു എന്ന് പറയുന്ന മെട്രിക്സ് കോളം വെക്ടർ എന്ന് പറഞ്ഞാൽ 0 0 0 1 ആണ്. അത് ഈ x1 x2 x3 x4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 x1 പ്ലസ് 0 x2 പ്ലസ് 0 x3 പ്ലസ് x4 ഈക്വൽ ടു 0. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ x4 ഈക്വൽ ടു 0 വരും. ഫസ്റ്റ് ഇക്വേഷനിൽ x1 പ്ലസ് 2 x2 പ്ലസ് x3 ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് x1നെ x2ൻ്റെയും x3ൻ്റെയും ടേംസിൽ എഴുതാം. x1 ഈക്വൽ ടു മൈനസ് 2x2 മൈനസ് x3. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? x1 എന്ന് പറഞ്ഞാൽ മൈനസ് 2x2 മൈനസ് x3, x2 അങ്ങനെ തന്നെ, x3 അങ്ങനെ തന്നെ, x4 0 ആണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ x2നെ ഇൻ ടേംസ് ഓഫ് x2 ഇൻറ്റു മൈനസ് 2 1 0 0 പ്ലസ് x3 ഇൻറ്റു മൈനസ് 1 0 1 0 എന്ന് എഴുതിക്കൂടെ? അതായത് മൈനസ് 2x2 മൈനസ് x3നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. x2ൻ്റെ മൾട്ടിപ്പിളാണ് മൈനസ് 2x2 1x2 0 x3 0. അതാണ് ഈ വെക്ടർ കിട്ടിയത്. മൈനസ് x3 എഴുതുമ്പോൾ ഇവിടെ മൈനസ് 1, ഇവിടെ x2 ആണ്, അവിടെ 0 വരും. x3 ഉണ്ട്, ഇവിടെ 1 വരും, ഇവിടെ 0 0. അപ്പോൾ x2 x3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ ചെയ്തിട്ടുള്ള വെക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. -2 1 0 0യും -1 0 1 0 എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ആ എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. അതെന്തുകൊണ്ട് ഏതാണെന്ന് പറയാൻ കാരണം അതിൽ ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എസ് ഈക്വൽ ടു സ്പാൻ ഓഫ് 0 1 -1 1. അപ്പോൾ നമുക്ക് സപ്പോസ് വി ആ വെക്ടറിനെ നമ്മൾ 0 1 -1 1 എന്ന് എഴുതാം. ഇനി എസ് ഈസ് സ്പാൻ ടു, അപ്പോൾ ഇതിൽ എസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വെക്ടറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് ഡോട്ട് വി ഈക്വൽ ടു 0 ചിംപ് ചെയ്താൽ x1 ഇൻറ്റു 0 പ്ലസ് x2 ഇൻറ്റു 1 പ്ലസ് x3 ഇൻറ്റു -1 പ്ലസ് x4 ഇൻറ്റു 1 ഈക്വൽ ടു 0. അതായത് x2 മൈനസ് x3 പ്ലസ് x4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് x2 ഈക്വൽ ടു എങ്ങനെ എഴുതാം? x3 മൈനസ് x4 എന്ന് എഴുതാം അല്ലേ? നോക്കാം. x2 ഈക്വൽ ടു x3 മൈനസ് x4. അപ്പോൾ x എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? x1 ആയിട്ട് കിടക്കണം. x2നെ x3 മൈനസ് x4, ദെൻ x3 x4 ആയിട്ട് എഴുതി. അപ്പോൾ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x1നെ എഴുതുമ്പോൾ 1 x1 മാത്രം 1, ബാക്കി എല്ലാ ടേമും 0 പ്ലസ് x3യുടെ ടേം എഴുതുമ്പോൾ ഇവിടെ 1, x3യുടെ ടേം എഴുതുമ്പോൾ ഇവിടെ 0, ഇവിടെ x1 അല്ലേ? അപ്പോൾ x3 ഇൻറ്റു 0 അല്ലേ? ദെൻ x3 ഇവിടെ ഒരു 1 ഉണ്ട്, x3 വീണ്ടും ഒരു 1, x4ൻ്റെ അവിടെ വരുമ്പോൾ 0 വരും, പ്ലസ് x4 ഇൻറ്റു 0 മൈനസ് 1 0 1 വരും. അപ്പോൾ ഇതിൽ x1 x3 x4 ഒക്കെ ആർബിട്രറി റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സ്പാൻ ടു ബൈ ദ വെക്ടേഴ്സ് 1 0 0 0 0 1 1 0 ആൻഡ് 0 -1 0 1. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ആ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്താണ് ഡയറക്റ്റ് സം. ഇപ്പൊ നോക്കൂ, S1ഉം S2 രണ്ട് R⁴ രണ്ട് സബ് സ്പേസസ് ആണ്. ഇനി ഓരോ വെക്ടറും x belongs to R⁴ as a sum of vector in S1 and from S1 and vector S2 from S2 ആയിട്ട് എഴുതാൻ പറ്റും. അതായത് S1 S2 R⁴ സബ് സ്പേസ് ആണ്, രണ്ട് സബ് സ്പേസ് ആണ്. R⁴ ഓരോ എലിമെന്റിനും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? S1ലുള്ള ഒരു വെക്ടറാണ് സ്മോൾ s1, S2ലുള്ള ഒരു വെക്ടറാണ് സ്മോൾ s2. അപ്പോൾ R⁴ ഒരു വെക്ടറിനെ ഈ രണ്ട് സബ് സ്പേസസിലുള്ള എലമെന്റ്സിന്റെ സം ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ R⁴n ഈസ് ദ ഡയറക്റ്റ് സം ഓഫ് S1 ആൻഡ് S2. R⁴ ഡയറക്റ്റ് സം ഓഫ് S1 ആൻഡ് S2 എന്ന് എഴുതാം. അപ്പോൾ ഓർത്തോഗണൽ സബ് സ്പേസസിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ S എന്ന് പറയുന്നത് R⁴ സബ് സ്പേസ് ആണ്. ദെൻ ഡയമെൻഷൻ ഓഫ് എസും ഡയമെൻഷൻ ഓഫ് S കോംപ്ലിമെന്റിന്റെ ഡയമെൻഷനും തമ്മിൽ ആഡ് ചെയ്താൽ n ആയിരിക്കും കിട്ടുക. അതുപോലെ R⁴ എന്ന് പറഞ്ഞാൽ S ഡയറക്റ്റ് സം ഓഫ് S കോംപ്ലിമെന്റ് ആണ്. S കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എടുത്താൽ S തന്നെയായിരിക്കും കിട്ടുക. ഇനി അടുത്തത് സോൾവിങ് ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രോബ്ലം. ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് ഇതിൽ ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ നോം AX - B മിനിമൈസ് ചെയ്ത് വരികയാണ്.
Find the least squares regression line for the data point -1, 1, 1, 0, 3, -3. അപ്പോൾ റിഗ്രഷൻ ലൈൻ ലീസ്റ്റ് സ്ക്വയർസ് റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു C0 + C1 x എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ പോയിന്റിൽ വരുന്ന ആ ലൈൻ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? y എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ 1 ഈക്വൽ ടു C0 ഒരു കോൺസ്റ്റന്റ് പ്ലസ് C1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ C0 - C1 ഈക്വൽ ടു 1 വരും. ഈ കേസ് വരുമ്പോൾ 1ഉം 0ഉം വരും. 0 ഈക്വൽ ടു C0 + C1, then -3 ഈക്വൽ ടു C0 + 3C1 വരും. ഈ സിസ്റ്റത്തിന് നമുക്ക് AX = B എന്നുള്ള മെട്രിക്സ് ഫോമിൽ എഴുതിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? A എന്ന് പറഞ്ഞാൽ 1, 1, 1, -1, 1, 3. B എന്ന് പറഞ്ഞാൽ 1, 0, 3. X എന്ന് പറഞ്ഞാൽ C0ഉം C1ഉം അല്ലേ ഉള്ള അൺനോൺ വേരിയബിൾസ്. അപ്പോൾ AX = B എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ മെട്രിക്സ് 1, 1, 1, -1, 1, 3, 0, 0, C1 ഈക്വൽ ടു 1, 0, -3 എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ എയുടെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. എയുടെ ട്രാൻസ്പോസ് എടുത്ത് നമുക്ക് എന്ത് വരും? 1, 1, 1, -1, 1, 3. എ എന്ന് പറഞ്ഞാൽ 1, -1, 1, 1, 1, 3 ഈക്വൽ ടു എന്ത് വരും? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും മൾട്ടിപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് കിട്ടും. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് കിട്ടും. സെക്കൻഡ് റോയും ലാസ്റ്റ് കോളും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എലമെൻറ്റും കിട്ടും. ദെൻ A ട്രാൻസ്പോസ് B കണ്ടുപിടിക്കുക. A ട്രാൻസ്പോസ് Bയും ഇതേപോലെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ദെൻ സെക്കൻഡ് റോയും സെക്കൻഡ് കോളും സെക്കൻഡ് അല്ല ഫസ്റ്റ് കോളും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 -10 എന്ന് കിട്ടി. അപ്പോൾ AX = B എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. അതിന് A ട്രാൻസ്പോസ് കൊണ്ട് രണ്ട് സൈഡിലും A ട്രാൻസ്പോസ് കൊടുത്തു. അപ്പോൾ A ട്രാൻസ്പോസ് AX = A ട്രാൻസ്പോസ് B. A ട്രാൻസ്പോസ് A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3, 3, 3, 11 ആണ്. X എന്ന് പറഞ്ഞാൽ C0, C1. A ട്രാൻസ്പോസ് B എന്ന് പറഞ്ഞാൽ -2, -10. അപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും അല്ലേ? 1, 2 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് C0 ആൻഡ് C1. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ C1ഉം C0നും വാല്യൂസ് കിട്ടും. അപ്പോൾ എളുപ്പമായില്ലേ? അപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ എന്താ? y = C0 + C1x. അതിൽ C0ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, C1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആ റിഗ്രഷൻ ലൈനിലുള്ള ഇക്വേഷൻ വന്നു. ആ ലൈൻ y = 1/3 - x ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ. Find the least squares regression line for the following data: -2, 1, 1, -1, 2, 0, 1, 1, 2, 2, 1. ഇവിടെ എത്ര പോയിന്റ്സ് ഉണ്ട്? സെറ്റ് ഓഫ് പോയിന്റ്സ് 1, 2, 3, 4, 5. ഓക്കെ. റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ y = C0 + C1x ആണ്. അങ്ങനെ ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഗ്രഷൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. C0 - 2C1 = 1, C0 - C1 = 2, C0 - 0 = 1, C0 + 2, C0 + C1 = 2, C0 + 2C1 = 1. അപ്പോൾ ഈ സിസ്റ്റത്തിനെ മെട്രിക്സ് ഫോമിൽ എഴുതിയാൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കോഎഫിഷ്യൻസ് എല്ലാം എടുത്ത് എഴുതിയാൽ മതി. 1, -2, 1, -1, 1, 0, 1, 1, 1, 2. X എന്ന് പറഞ്ഞാൽ C0, C1. B എന്ന് പറഞ്ഞാൽ 1, 2, 1, 2, 1. അപ്പോൾ നമുക്ക് AX = B എന്ന് പറയുന്ന സിസ്റ്റം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ AX = B എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് A ട്രാൻസ്പോസ് A കാണും, A ട്രാൻസ്പോസ് Bയും കാണും. നോക്കാം. A ട്രാൻസ്പോസ് A എടുത്തു. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 1, 1, 1, 1, 1, -2, -1, 0, 1, 2. A പറഞ്ഞാൽ 1, -2, 1, -1, 1, 0, 1, 1, 1, 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A ട്രാൻസ്പോസ് A എന്ന് പറഞ്ഞാൽ 5, 0, 0, 10 വരും. അതുപോലെ A ട്രാൻസ്പോസ് B, A ട്രാൻസ്പോസ് എടുത്തേരി B എന്ന് പറഞ്ഞാൽ 1, 2, 1, 2, 1 ചെയ്താൽ 7, 0 വരുന്നുണ്ട്. അപ്പോൾ A ട്രാൻസ്പോസ് AX = A ട്രാൻസ്പോസ് B എന്ന് എഴുതാം. അപ്പോൾ A ട്രാൻസ്പോസ് A എന്ന് പറഞ്ഞാൽ 5, 0, 0, 10നെ AX എന്ന് പറഞ്ഞാൽ C0, C1 = 7, 0 എന്ന് എഴുതാം. ദെൻ ഇതിനെ ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിട്ട് എഴുതിയതാണിത്. എടുത്ത് 5, 0, 0, 10ഉം C0, C1 ഒരുമിച്ച് എഴുതി ഈക്വൽ ടു അതിനെ ഡയഗണൽ മെട്രിക്സ് ഡയഗണൽ എലമെന്റ്സ് 1 ആക്കി സിംപ്ലിഫൈ ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂസ് 7/5ഉം y = 0യും വന്നു. അപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? y = എക്സും y എല്ലാം ഇവിടെ C0യും C1 ആണ്. C0 7/5ഉം C1 0 ആയിട്ട് വന്നു. അപ്പോൾ y = C0 + C1x ആണ്. C1 0 ആയ കാരണം C1xൻ്റെ ടേം ഇല്ല. ദാറ്റ് ഈസ് y = 7/5 ആണ് വന്നത്. അതാണ് റിക്വയർഡ് ആൻസർ. ലൈൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. താങ്ക് യു.
ഇതിൽ നമ്മൾ ലീസ്റ്റ് സ്ക്വയർസ് പ്രോബ്ലമാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അതുപോലെ ഓർത്തോഗണൽ സബ് സ്പേസസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.